നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി ഫുട്ബോൾ കിക്ക് എന്ന യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചും ഇന്ത്യൻ സൂപ്പർ ലീഗിനെ കുറിച്ചുമുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾ ഇതുവരെയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഗൈസ്, നമുക്ക് ആദ്യത്തെ അപ്ഡേറ്റിലേക്ക് കടക്കാം. ISL ഇന്നലെ ഹൈദരാബാദ് FC വേഴ്സസ് മുംബൈ സിറ്റി FC പോരാട്ടമായിരുന്നു. കരുത്തരായ മുംബൈ സിറ്റി FCനെ പിടിച്ചു തളയ്ക്കാൻ ഹൈദരാബാദ് FCക്ക് സാധിച്ചില്ല എന്ന് തന്നെ പറയേണ്ടി വരും. നമുക്കറിയാം, ഈ സീസണിൽ മോശം പ്രകടനം കാഴ്ചവെക്കുന്ന ഏറ്റവും വലിയൊരു ടീമാണ് ഹൈദരാബാദ് FC. കഴിഞ്ഞ സീസണുകളിലെല്ലാം മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ട് ഈ സീസണിൽ മോശം പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. എന്തായാലും മുംബൈ സിറ്റി FC എതിരില്ലാത്ത 3 ഗോളുകൾക്കൊരു വമ്പൻ വിജയം കരസ്ഥമാക്കുകയായിരുന്നു ഇന്നലെ. എന്തായാലും ലാലിയൻസ് വാലചാന്തയാണ് ആദ്യ ഗോൾ തന്നെ നേടിക്കൊടുത്തത് മുംബൈ സിറ്റി FCക്ക് വേണ്ടി. അതിനുശേഷം മെഹ്താബ് സിംഗ് എന്ന് പറയുന്ന ഇന്ത്യൻ താരം മറ്റൊരു ഗോൾ നേടിക്കൊടുത്തു. അവസാന മിനിറ്റിൽ, അതായത് 90 മിനിറ്റുകൾക്ക് ശേഷം, കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മുൻ താരവും മുംബൈ സിറ്റി FCയുടെ സ്ട്രൈക്കറുമായ ജോർ പെരേര ഡയസിൻ്റെ വക ഒരു പെനാൽറ്റിയുടെ മറ്റൊരു ഗോളും നമുക്ക് കാണാൻ സാധിച്ചു. അങ്ങനെയാണ് മത്സരം 3-0 എന്ന നിലയിൽ അവസാനിച്ചത്. ഇന്നത്തെ ISL മത്സരം നോക്കുകയാണെങ്കിൽ ഒഡീഷ FC വേഴ്സസ് പഞ്ചാബ് FC മത്സരമാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. രാത്രി 7:30 മുതൽ തത്സമയം നിങ്ങൾക്ക് സ്പോർട്സ് 8-ലൂടെയും സൂര്യ മൂവീസിലൂടെയും കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഗൈസ്, എന്തായാലും അടുത്ത അപ്ഡേറ്റിലേക്ക് കിടക്കാം. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരം നാളെ നടക്കാൻ പോകുകയാണ്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹോം മത്സരം തന്നെയാണ്. മത്സരത്തിന് മുന്നോടിയായി കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹെഡ് കോച്ചും പ്രീതം കോട്ടാലുമായിരുന്നു ഇന്ന് പ്രസ് കോൺഫറൻസിൽ വന്നത്. എന്തായാലും പ്രസ് കോൺഫറൻസിൽ പറഞ്ഞ വാക്കുകൾ നമുക്ക് നോക്കാം. എന്തായാലും ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: വരാൻ പോകുന്ന ബ്ലാസ്റ്റേഴ്സിൻ്റെ 3 മത്സരങ്ങളും വിജയം കരസ്ഥമാക്കി പ്ലേ ഓഫ് ഹോം സാധ്യത നിലനിർത്തുക എന്ന ബോധ്യത്തോടെയാണ് ബ്ലാസ്റ്റേഴ്സ് ഇനി കളിക്കാൻ പോകുന്നതെന്ന്. എന്തായാലും നമുക്കറിയാം, പ്ലേ ഓഫ് മത്സരം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ തട്ടകത്തിലാണെങ്കിൽ അതൊരു മിന്നും പ്രകടനം തന്നെ ബ്ലാസ്റ്റേഴ്സിന് കാഴ്ചവെക്കാം. അതിനുവേണ്ടിയുള്ള പ്രയത്നമാണ് ഇനി നടത്താൻ പോകുന്നത്. അതായത് വരുന്ന 3 മത്സരങ്ങളിലും ബ്ലാസ്റ്റേഴ്സിനെ വിജയിച്ചാൽ മാത്രമാണ് ഇനി പ്ലേ ഓഫ് സാധ്യത കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹോം മത്സരം കിട്ടുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നാളത്തെ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് എത്ര ഗോളിന് വിജയിക്കുമെന്നും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതേപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സ് കിരീടം നേടുകയാണ് ലക്ഷ്യമെന്നും പറയുന്നുണ്ട്.